പുളിപ്പില്ലേ? പുളിപ്പല്ല. ഇന്നേ കുട്ടികൾക്കില്ലേ ചോറ് സൈക്കിൾ പോലെ പോട്ടോ. കാരണം എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ മുളക് വറുത്ത പുളിയാണ്, തറവാട്ട് പുളി. ആ കഴിക്കണം. ഇവന് ഒരു എരിവില്ല. പുളി എങ്ങനെ എരിവ്? നല്ല കുട്ടിയായിക്കോ, ഇല്ലെങ്കിലേ വൈകുന്നേരത്ത് വരുമ്പോൾ ഇത് തരില്ല. ചക്കപ്പണ്ടാക്കി ഉപ്പേരി. ഉപ്പേരിയിലില്ലേ മുതിരപ്പേരിയാണ് കേട്ടോ. രാവിലെ ഉണക്കമുളക് ചതച്ചിട്ടുണ്ട്. പുളിയിലധികം എരിവൊന്നും ഉണ്ടാവില്ല. എന്നാ കിച്ചു ചോറ് എത്ര കുഞ്ഞ 4 വായ ചോറിനാ മതി. 4 വായ 2 കേട്ടോ. ഇപ്പൊ 2 ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ 2 വായ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാനില്ലേ എങ്ങനെയാന്നറിയോ ബേഗിന്റെ ഇരിക്കുന്നു കഴിക്കും മക്കളെ. യൂണിഫോം ഇട്ടേ. എടാ പുളി നിനക്ക് മതി, ബാക്കിയുള്ളവർക്കൊക്കെ പുളി തോനെ വേണ്ട പറഞ്ഞിട്ടാണ്. ഊരിട്ട് സിബ് ഇടാൻ പറ്റുന്നില്ല നോക്കിയൊക്കെ. എന്നാ കുഞ്ഞുണ്ണി കുഞ്ഞിന്റെ ട്രൗസർ എന്തിനാ അവനിർന്ന്? അത് മതി, ഷർട്ട് ഇട്ടിട്ട് പോ. ഇങ്ങനെ 5 ആൾക്ക് ഇങ്ങനെ വാരി കൊടുക്കച്ചല്ലേ വേഗം പണി കഴിയൂട്ടോ. അവരുടെ വയറും നിറയും. അത് ഊരിട്ട് നോക്കി നോക്ക്. അത് ഞാൻ ഊരിപ്പൂല്ലേ ഇത് കുഞ്ഞു. അവന്റെ 5 വായി ഞാൻ ഇങ്ങനെ കൊടുക്കൂട്ടോ. ഇങ്ങനെ വായ നിറച്ച് കിട്ടും. മതിയോ? ഇന്നലെ മഴയും കൂടി പെയ്തപ്പല്ലേ ഇവരില്ലേ 6:45 നീക്കണ കുട്ടികളാണ്. എന്നിട്ട് 8:50 വണ്ടി വരുള്ളൂ. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്. അത് ശരി. പിന്നെ ഞാൻ വിചാരിച്ചു തുന്നിക്കൊണ്ടുന്ന ട്രൗസറാണ് വിചാരിച്ചത്. അതില് ഒരു തുള്ളി എണ്ണ ഒറ്റിച്ച് നോക്കി. ഏട്ടൻ പറയണ വെള്ളം ഒറ്റിച്ച് നോക്ക്. അങ്ങനെ കടക്കാരങ്ങനെ ചെയ്യുന്നുണ്ട്. അതില് ചെറുതായിട്ട് എണ്ണ ഒറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. മുതിരപ്പേരി ഉണ്ട്, മീൻ വറുത്തത് ഉണ്ടായിരുന്നു. മീൻ വറുത്തത് കഴിഞ്ഞു. നെല്ലിക്കച്ചാറുണ്ട്, മാങ്ങച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. എന്ത് വേണമെങ്കിലും ഒന്ന് കഴിക്കാണ്ട് കേട്ടോ. ഇന്നെല്ലാം ഉണ്ട്. ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കോഴിമുട്ട പൊരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വേറെ ഞങ്ങളൊന്നും ഉണ്ടാക്കൊന്നുമില്ല. ഇനി വൈകുന്നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ കേട്ടോ. കാരണം ഇനി നമ്മൾ പെണ്ണുങ്ങൾ മാത്രമുള്ളപ്പോൾ എന്തിനാ വേറെ തോനെ. പനിയൻ ചോറ് പോയി. മുളക് വറുത്ത പുളി, മാന്തൾ മീൻ, അച്ചാറ്, മുതിരപ്പേരി. ഉണ്ണി കഴിക്കും. അമ്മുട്ടി അതന്നെ ഞാൻ പറയണില്ല കേട്ടോ. അമ്മുട്ടിക്ക് അങ്ങനെ വാരി കൊടുക്കണ അത്ര വലിയ ഓടിവാ കാറ്റേ പാറിവാ കാറ്റേ വാ. അയ്യേ നല്ല കുട്ടികള് മാവിട്ടിട്ട പോകട്ടോ. നല്ല കുട്ടികള് മാവിട്ടിട്ട പോകട്ടോ. ഞാന് ബാ എന്റെ കുളി കഴിഞ്ഞിട്ട് ചെരുപ്പൊക്കെ തരാം. എല്ലാം തരാം. ഇതാ ചെരുപ്പ്. സുകന്യേ സമയാവണല്ലോ. എന്താണ് അത് മതി. ഇനി അതിട്ട് കൊടുക്ക്. അറിയാണ്ട് നല്ല സന്തോഷത്തിൽ പോകുമ്പോ ശരിയല്ലേ? അച്ഛമ്മ കഴിക്ക. അച്ഛമണി ഇനി നാളെ ഇട്ട് കൊടുക്ക. നാളെ ഇട്ട് കൊടുത്തോ. കുളി കഴിഞ്ഞിട്ടേ രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് മുടിയൊന്ന് എന്താണ് ഇന്ന് രാവിലെ പെരും മഴയായിരുന്നു കേട്ടോ. പെരും മഴ പറഞ്ഞ എമ്മോതിരി മഴ. തുള്ളിക്കൊരു കുടം പറഞ്ഞ പോലെയുള്ള രീതി. നീ ചോറിന് പോ. ഈ ഒരു ഇല്ലെങ്കിലേ ആ പൂത്താങ്കിരി നിന്നെ തല്ലും. എന്താ ആര് സ്കൂളിക്കാ? ഇന്നെന്താ സ്കൂൾ പരിപാടി?
എല്ലാവർക്കും ഉണ്ടോ? കുട്ടികൾക്ക് മൊത്തത്തിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഓരോ പരിപാടി വരുന്നുണ്ട്. തുണിക്കടക്കാർക്ക് നല്ല കാര്യമാണ്. 120 രൂപ ടീഷർട്ടിന് 250 രൂപ വാങ്ങിയത്. കിച്ചുവിന്റെ 300 രൂപ വാങ്ങി. 300 കിച്ചുവിൻ്റെ. 300 റുപ്യ വാങ്ങി ഇത്ര ഉമ്മനേഴിന്ന്. ഈ ചോറിന് ഞാൻ എന്ത് ചെയ്യാ? ചോറ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതേപോലെയൊക്കെ ആകുമ്പോ നമ്മൾ പെട്ടുപോകും. ഇത് കളയണ്ടേ? ബാക്കി വരുന്നതൊക്കെ അവരവർ തിന്നു കഴിഞ്ഞാൽ നല്ല കൺട്രോളായിരിക്കും. ലച്ചുവോ നമ്മളടുത്ത് ചോറ് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കൺട്രോളിൽ കളയുക. ഈ മുളകർത്തുള്ളിയൊക്കെ ഒഴിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിന്റെ നീ ചോറ് നമ്മുടെ ചാത്തപ്പന് കോഴിക്കുട്ടികൾക്ക് കൊടുക്കട്ടെ ഏട്ടാ. സുവന്യ തന്നോളൂ. സുവന്യക്ക് പിന്നെ ഒരു കൺട്രോളും ഇല്ല. ആര് എടി അത് എന്താ ഏട്ടാ ഇത് കോഴിക്കുട്ടികൾക്ക് കൊടുക്കാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കി വരുമ്പോ തിന്നിട്ടാണ് ഈ ഗുണ്ടുമണി പോലെ തിന്നോളൂ. ഗുണ്ടുമുളകോ എന്താച്ചും ആവട്ടെ, കളയാൻ പാടില്ല. തടി കൂടിയാൽ ശരി, ചോറ് കളയരുത്. യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യോഗ കൂടുക. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കാണി. ഇന്ന് അമ്മുവിന്റെ സ്കൂളിലെ എന്താ ഇന്ന് എല്ലാവരും അമ്മ ഫോട്ടോ എടുത്തിട്ട് വരട്ടെ. എന്റെ ഫോൺ എടുത്തോ, എടുക്കരുത്, ഫോൺ കൊണ്ടുവരുത് എന്ന് ടീച്ചർമാര് പറഞ്ഞിട്ടുണ്ട്. ഫോൺ ഞാനില്ലേ അങ്ങനെ വേണമെങ്കിൽ അവരൊക്കെ സ്കൂളിലെ ടീച്ചർ ഗ്രൂപ്പിലിട്ടില്ലേ? അച്ചുവിന്റെ ഗ്രൂപ്പിലല്ല, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. ഉണ്ടോ? ഞാനില്ലേ ഇന്നലെ ഇപ്പൊ 2 ദിവസമായിട്ട് മധുരം ഒന്നും കഴിക്കില്ല കേട്ടോ. മധുരം പറഞ്ഞാൽ ചായ ഒന്നും കുടിക്കണില്ല. എന്താ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും തലവേദന എടുത്തിട്ട് തല പൊളിയില്ലേ നമുക്ക്, അങ്ങനെ പൊളിഞ്ഞിരുന്നു. മെല്ലെ മധുരം കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ തലവേദന വന്നിട്ട് മരുന്ന് കഴിക്കുന്ന പോലെയാണ് ഇപ്പോൾ ചായ കുടിച്ചാൽ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ഈ 11 മണിക്കൊക്കെ ചായ കുടിക്കും. അത് കാരണം ഇപ്പം എന്തായി, 2 ദിവസം മധുരം കമ്മിയായപ്പോഴേക്കും ഇന്നലെ വൈകുന്നേരത്ത് പനിയായിട്ടല്ലേ ഇന്നലെ ബ്രൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുള്ളി പാലും വെള്ളം ഒഴിച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് മധുരം ഇല്ലാണ്ട് കുടിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ഏട്ടാ ഇവർ പോവുകയാണ് കേട്ടോ. അമ്മയൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴല്ലേ അമ്മയ്ക്കും പോയി പഠിക്കാൻ തോന്നുന്നുണ്ട്. വരട്ടെ? അവരോട് പൊക്കോ, ഞാൻ പുറത്തിരിക്കാറുണ്ട്. അവരുള്ളിൽ നോക്കാം. 10ാം ക്ലാസ് എഴുതിയിട്ട് വന്നാൽ മതിയെന്ന്. ഡിഗ്രിക്ക് പോകണം. കുട്ടികളെ കൊണ്ടേക്കാണ്. ഇതെന്താ ചുക്കുള്ളോ? ഏത്? അത് ചായ. അതിലോ പൊന്നൂസിനെ കുളിക്കാനുള്ള വെള്ളം നിരന്ന് കിടക്കുകയാണ് കേട്ടോ. മക്കള് പോയി കഴിഞ്ഞിട്ടേ ചെയ്യും. കുന്തണ്ട് കുട്ടികളങ്ങോട്ട് പോ. ആരാ? ഏട്ടനെ ഒഴിവാക്കി. ഞാൻ എന്ത് പ്രോപ്പർട്ടി ഇതന്നെ അല്ലേ? സുകന്യ അറിയാം നിങ്ങളെ ഒഴിവാക്കാന്ന്. ദൈവത്തിന്റെ ഇതുവരെ ഒരടി കിട്ടിയിട്ടില്ല. അതും കിട്ടുന്നുണ്ട് ഞാൻ അറിയണ്ടേ? ഇതുവരെ കിട്ടിയിട്ടില്ല. കുറവുണ്ട് നിങ്ങക്ക്, അതിലൊരു കുറവുണ്ട് നിങ്ങക്ക്. എന്നാ പോരും. അതുകൊണ്ട് നിങ്ങൾ പറയണത്. എന്നൊക്കെ പെണ്ണുങ്ങളുടെ കൂടെയാണ് നിയമം, അറിയോ? ഒന്ന് തൊട്ട് നോക്കി നോക്കും, വിവരം അറിയും. ഇതുവരെ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് നിങ്ങൾക്ക് വേണ്ടോളം കിട്ടാത്തോണ്ട് ഇന്നത്തെ അതൊക്കെ കഴുകി വേഗം എന്താ ഇന്നത്തെ കാലാവസ്ഥ അല്ലേ, ഫുൾ മഴമയാണ് കേട്ടോ. കുട്ടികള് പോയി, കുട്ടികളുടെ ഒക്കെ പോക്ക് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തോനെ പാത്രം ഉണ്ട് കേട്ടോ. ഈ എന്താ വെച്ചാൽ മഴ പെയ്തപ്പോൾ ഇങ്ങനെ ഇതാവാത്ത കൊണ്ടേ
രാവിലെ കഴുകിയിട്ടില്ല. ഇപ്പോൾ പാത്രങ്ങൾ കഴുകലുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പണി അങ്ങോട്ട് ഇനി അടിച്ചൊരു തുടയ്ക്കൽ, തുണി തിരുമ്പൽ, ബാത്റൂം കഴുകൽ, ഇനിയും പണികളുണ്ട്. ഇനിയിപ്പോൾ മീൻ വാങ്ങിയിട്ട് വരുന്നില്ലല്ലോ. ഇന്നലെ മിഞ്ഞാന്ന് വാങ്ങിയ മീൻ കറി ഇന്നാണ് കേട്ടോ ഒരു പാത്രം തൂത്ത് കളഞ്ഞത്. പുഴമീനാണ് പറഞ്ഞിട്ട് പുഴമീൻ കൊണ്ടുവന്നിട്ട് ആരും കൂട്ടിയില്ലല്ലോ, ചാറ് മാത്രം കേട്ടോ. പുഴമീനൊന്നല്ല അത്, എന്ത് മീനാണാവോ, ആര് പറഞ്ഞു പറ്റിച്ചാണാവോ അവന്. പുഴമീനായിട്ട് ആര് പറഞ്ഞു പറ്റിച്ചാണാവോ? പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്തിട്ടല്ലേ നിങ്ങളൊക്കെ. അതിപ്പോ പുഴമീനാ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മീനിന്റെ ജാതകം നോക്കാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ മതി. പുഴമീനാന്ന് വിശ്വസിച്ച് വാങ്ങുന്നല്ലാണ്ട്. ഇത് കോഴികൾക്ക് കൊടുക്കാനുള്ള ചോറാണ്. ഇതെന്താ അങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കരുത്. 4 മക്കൾ വളർന്നു വരുന്നുണ്ട് നമ്മുടെ. ഈ 4 മക്കളെ നമുക്ക് നോക്കണ്ടേ. കുറച്ച് വെള്ളച്ചോറുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റിയതാണ്. അല്ലാതെ തിളപ്പിച്ച് ഊറ്റണ്ടെന്ന് പറയും ഏട്ടൻ. തിളപ്പിച്ച് ഊറ്റിയിട്ട് കഴിക്കാൻ പാടില്ല പറയും. പക്ഷേ തിളപ്പിച്ച് ഊറ്റാതെ ഇരുന്ന് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഉച്ചയാകുമ്പോഴേക്കും അത് കേട് വരും കേട്ടോ. അപ്പം അത് കാരണം ഇനി പൊന്നൂസിനെ കുളിക്കാനുള്ള വെള്ളം കൂടി വെച്ചാൽ വെള്ളച്ചോറുണ്ടാക്കിയാൽ മതി. വെള്ളച്ചോറുണ്ടാക്കിയാൽ മതി. തൈരും കൂട്ടിയിട്ടാണ്ട് കഴിക്കാറുന്നല്ലേ. തൈരൊന്നും വേണ്ട, ഇന്ന് മുളക് വറുത്ത പുളി ഉണ്ട്. പിന്നെ എന്താണ് വേറെ എന്താ വേണ്ടത്? ഇതൊന്നും പറ്റില്ല. വെള്ളച്ചോറ് ഒരു മനുഷ്യൻ. അയ്യോ ആരാ തൊടാത്ത് കൊടുക്കുന്നത്? എനിക്ക് തരലുണ്ടോ? പിന്നെ ആരാ തൊടുന്ന? ആരായിരിക്കും കൊടുക്കൂല നിങ്ങള്? മഴ അല്ലേ സുകന്യെ? മഴ വന്നല്ലേ പുലർച്ചേടി പെണ്ണേ. എപ്പ ഉണ്ടായാലും ഇല്ലെങ്കിലും നല്ല മഴ പെയ്തത് ഞാൻ അറിഞ്ഞു, ഏട്ടനെ അറിഞ്ഞൂലേട്ടാ. നമ്മൾ രണ്ടുപേരും അറിഞ്ഞു. ഏട്ടൻ ഫാന് നിർത്ത് പറഞ്ഞു. മഴ പെയ്യുമ്പോ എന്തിനാ ഫാൻ? പക്ഷെ എന്താ ഓട്ട് വീട്ടത്തെ പോലത്തെ എന്താ അത്ര സൗണ്ട് അല്ല പറയുന്നത്. നമുക്ക് എന്താ ഷീറ്റത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ വേറെ അറിയാലോ. അല്ലേ, ഓട്ട് വീടിന്റെ അത്ര വലിയ തണുപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ വാർപ്പ് വരയ്ക്ക്. അതിന് അത്രയ്ക്ക് മഴ പെയ്യണല്ലേട്ടാ. തണുപ്പിലെങ്കിലും സൗണ്ട് കേൾക്കില്ലേ? സൗണ്ട് കേൾക്കില്ല അറിയാ. സൗണ്ട് ആ സൗണ്ട് തന്നെ കിടന്നുറങ്ങാൻ രസാണ്. അതല്ലേ പറയുന്നതേ. എന്താ തണുപ്പേ, ഭയങ്കര രീതിയിലുള്ള തണുപ്പുണ്ട്. ആ തണുപ്പൊന്നും കിട്ടില്ല. കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നേ നിങ്ങളുടെ ഓട്ടോ എന്താ നിങ്ങൾ അവിടെ നിർത്തിയിരിക്കണെന്ന്. അവിടെ കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടിയിലെ സോനി ഷെഡിൽ കാർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ധീരുഭായും പനീര് ദീനുഭായുടെ ഞാൻ ധീരുഭായി ആരാ അതെന്നല്ലേ. വിനുവിൻ്റെ വണ്ടി നമുക്ക് വാങ്ങണ്ടേ. പ്രതീക്ഷിക്കാണ്ടൊക്കെ ഓരോ സംഭവിക്കട്ടെ. നമുക്കും വാങ്ങും, നമ്മളും വാങ്ങണം അല്ലേ. കാരണം നമ്മൾ വാങ്ങിയാലാണ് കേട്ടോ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എവിടേക്കും പോവാൻ പറ്റില്ല. അത് മതി. വെയിലില്ലാത്തോടോ, ഇനി വെയിലൊക്കെ വരാൻ ബുദ്ധിമുട്ടാ. മഴയിലൊക്കെ അടിച്ചോ? ഞാൻ ദിവസം ആ ഉമ്മറ അടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും. ഇപ്പോൾ വൈകുന്നേരത്ത് അവിടെ കുപ്പയെ കിട്ടില്ല കേട്ടോ. ഇവിടുന്ന് വൈകുന്നേരം ആയപ്പോൾ അവിടെ പഠിക്കുകയേ വേണ്ട. മറ്റേത് ഇവിടെ ചെയ്യുമ്പില്ലേ ആ തേക്കിൻ്റെ ഇല വീണിട്ട് അടിക്കണം. അപ്പോൾ സുകന്യയ്ക്കും തേക്കിൻ്റെ ഇല വീഴാത്ത കൊണ്ടല്ലേ സുകന്യ രക്ഷപ്പെട്ടു. എനിക്കിന്ന് കുറച്ച് അവിടെ വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ. പോവാ നമുക്ക്. സുകന്യ ഈ അടിച്ചെടുത്ത് തുടക്കില്ലേ? അപ്പം ഇനി അവൾ ഇവിടെ അടിച്ചെടുത്ത് തുടക്കും, ഞാൻ അവിടെ അടിച്ചെടുത്ത് തുടക്കും. സെയിം പാത്രം കഴുകണം. മുട്ട കേട്ടോ 3 ഓരോരുത്തർക്കുള്ളത്. അപ്പോഴേ ഇന്നലെ പൊന്നു ഇവിടെ കിടക്കണോ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അനിയേട്ടൻ പറഞ്ഞു വിട്ട് കിടത്തണ്ട, അപ്പോൾ എന്താ കൊണ്ടേക്കിട്ടെ എന്ന് പറഞ്ഞിട്ട് അനിയേട്ടൻ രാത്രി 10:45 കഴിഞ്ഞിട്ട് കൊണ്ടേക്ക്. അവനിവിടെ കിടക്കണോ അച്ചറയെടുത്ത് കിടക്കണോ പറഞ്ഞിട്ടായിരുന്നേ.
എന്താണെന്നറിയോ, അവന് നമ്മൾ ഒരു ദിവസം കുറച്ച് നേരെയാണ് വിട്ട് നിർത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഒപ്പുണ്ടായിട്ട് ചിലപ്പോൾ രാത്രി 12 മണിയായിട്ട് ഇക്ക അമ്മയുടെ അടുത്തേക്ക് പോടോ തോന്നിട്ട് കഴിഞ്ഞാൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊണ്ടിട്ട് പോണ്ട് വരും കേട്ടോ. കൊണ്ടുവരും. ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ട മത്തമ്പൂ ഉണ്ടാവാൻ തുടങ്ങി. മത്തമ്പൂ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്രാവശ്യം നമുക്കില്ലേ ഓണത്തിന് കുമ്പളപ്പൂവ്, മത്തമ്പൂവ്, ചെണ്ടുമല്ലി കാച്ച, ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടാവും കേട്ടോ. കാശിത്തൂമ്പ എന്ന് പറയുന്ന സാധനം ഇല്ല. ആരുടെങ്കിലും വീട്ടിൽ കാശിത്തൂമ്പുണ്ടോ? ഓണത്തിന് പൂടുമ്പോഴേക്ക് കിട്ടുമല്ലോ. ഓ, മത്തമ്പൂവും കുമ്പളമ്പൂവും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഇവിടെ കർക്കിടക മാസം 1-ാം തീയതി ചില വീടുകളിൽ കൂടെ പൂവിടും കേട്ടോ. നമ്മുടെ വീട്ടിലിടില്ല, നമ്മൾ അത്തത്തിന് തന്നെ പൂവിടുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ ചില ആൾക്കാർ ഈ കർക്കിടക മാസം 1-ാം തീയതി, മിഥുന മാസം 1-ാം തീയതി മുതലൊക്കെ പൂവിടും. അത് കഴിഞ്ഞിട്ട് ആ പൂവിടൽ നമ്മുടെ ഈ കേൾക്കണുണ്ട് ആയില്യമകല്ലേ, ആയില്യമകം വരെ നമ്മുടെ ഈ പൂവിട്ടും കൊണ്ടേയിരിക്കും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും, നമ്മുടെ ഈ പാലക്കാടല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ പൂവിടലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അധികം ഈ പാലക്കാടിനെ കണ്ടേക്കണില്ലേ, നമുക്കറിയില്ല. പക്ഷെ അധികം ആൾക്കാർ കണ്ടിരിക്കുന്നത് അങ്ങനെ പാലക്കാട് തന്നെ ആയിരിക്കും. ഇത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ മക്കളുടെ കളിയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അടിച്ചിട്ടില്ല, അടിക്കണം, തുടയ്ക്കണം. പിന്നെ ഇതേപോലത്തെ പൂക്കളില്ലേ, ഇതേപോലത്തെ പൂക്കളല്ല, ഇതേപോലത്തെ പച്ച കളറുള്ളത് ചെടിച്ചട്ടികൾ കണ്ടോ, കാണാൻ നല്ല രസമല്ലേ. ഞാൻ ഇതില്ലേ ഓർഡർ ചെയ്യണം പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ സംഭവം ഉണ്ടോ? എങ്ങനെ നിൽക്കണുണ്ടോ ലേട്ടാ? പ്ലാസ്റ്റിക് അല്ല വേണ്ടത്, സാധാ വേണ്ട. സാധാ പൂവ്, പ്ലാസ്റ്റിക് അല്ലാത്ത ശരിക്കുള്ള ചെടി ഉള്ളിൽ കൂടെ ഇങ്ങനത്തെ ഉണ്ടെന്നോ? അതെ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇതുവരെയും ഒരു ചെടിയൊന്നും വെച്ചിട്ടില്ലല്ലോ. നമുക്ക് ചെടി വെക്കുമ്പോൾ അങ്ങനത്തെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓൺലൈനിൽ നോക്കുന്ന സമയത്തില്ലേ 210 രൂപ 117 രൂപയ്ക്കൊക്കെ 6 സെറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതാവുമ്പോൾ പിന്നെ ഒന്നും കൂടി ഇതല്ലേ, കുറച്ച് നമുക്ക് കാണാനും. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം വേണമായിരുന്നു അല്ലേ? ഇത് കാണുന്നില്ല. കുറച്ചും കൂടി ഇത് നമുക്ക് വയനാട്ടിൽ നിന്ന് ഇവർ വന്നപ്പോൾ തന്നതാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം. ഞാനിങ്ങനെ നമ്മുടെ ഈ സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചും കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കണത്. അപ്പോൾ പക്ഷെ ഇപ്പം എന്ത് വെച്ചാലും നമ്മുടെ പൊന്നൂസില്ലേ, പൊന്നൂസ് എടുത്ത് വലിച്ചെറിയും. എന്തൊരു സാധനം വെച്ചാലും അവൻ്റെ പ്രായം അതാണല്ലോ, ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അവനത് എടുക്കൂട്ടാ. അപ്പോൾ കർട്ടനടക്കം നമ്മളിപ്പോൾ ഇടാത്തത് എന്തും കൊണ്ടാണെന്നറിയോ? കുട്ടികളെ പേടിച്ചിട്ടാ. കർട്ടൻ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ അതിൽ പിടിച്ച് തൂങ്ങലും ആടലും. ഞങ്ങൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോഴേ അവിടെ അടിപൊളി കർട്ടനൊക്കെ ഇട്ടേക്കണം കേട്ടോ. കർട്ടൻ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താ, കുട്ടികൾ തൂങ്ങിയിട്ട് ഈ കർട്ടൻ്റെ ഈ കമ്പിയില്ലേ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ വരുമ്പോഴേക്കും അത് പൊട്ടിച്ച് താഴേക്കിട്ടപ്പോൾ ഇവിടുത്തെ ഈ ചുമരിൻ്റെ ഒരു സൈഡ് മൊത്തം അങ്ങനെ അടർന്നിങ്ങോട്ട് വന്നിരിക്കുക. കുട്ടികളുടെ അത്രയും അല്ലല്ലേ. അപ്പോൾ അത് കാരണമാണ് കറക്റ്റ് ഇടാത്തത്. ഇതിപ്പോൾ എന്താണെന്ന് അറിയാം, ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അങ്ങോട്ട് കാണില്ലേ, അതേപോലെ ഇങ്ങോട്ടും. പക്ഷെ ഇവിടെ അധികം ആൾക്കാർ വരാത്തതും കൊണ്ട് കറക്റ്റ് അല്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. പിന്നെ റൂമിൽ നമുക്ക് ആരും ഇതാണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളും ഒന്നും ആൾക്കാർ വരാത്തതും കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ റൂമിലെ ജനലിങ്ങനെ തുറന്നിടുമ്പോൾ മാത്രം എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു വണ്ടിയൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഒരു ബുദ്ധിമുട്ട്. മക്കളുടെ റൂമിലേക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, കാരണം അവിടെയും ഇവിടെ ഒന്നും ആൾക്കാരില്ല. അപ്പോഴേ ഇതാ പിന്നെയും മഴ ചാറിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും മഴ ദിവസമാണ് തോന്നുന്നുണ്ട്. പെയ്യട്ടെ അല്ലേ, പെയ്യട്ടെ. അപ്പോൾ ഞാനേ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ ഓരോ തിരക്കുകൾ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഒരു കാര്യത്തിന് പുറത്ത് പോകണമ്മ, അപ്പം അത് ചെയ്യണം. പിന്നെ ഇതാ കണ്ടോ, നമ്മുടെ ചെണ്ടുമല്ലി ഒന്ന് തിരിച്ച് വെക്കണം. പിരിച്ച് വെക്കില്ല, തിരിച്ച് വെക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തിരിച്ച് വെക്കണം വിചാരിക്കില്ലേ? പിരിച്ച് ഇത് കൂടെ ഇങ്ങനെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ മഴയുള്ള സമയത്താണ് പറഞ്ഞു വെച്ചാലാണ് അതാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കാശിത്തൂമ്പ ഉണ്ടോ? കാശിത്തൂമ്പ കടയിൽ വാങ്ങാൻ കിട്ടുമോ? ആദ്യമൊക്കെ എവിടെ നോക്കിയാലും ഈ കാശിത്തൂമ്പയായിരിക്കും കേട്ടോ. ഇപ്പം എവിടെ നോക്കിയാലും കാശിത്തൂമ്പല്ല അല്ലേ, എവിടെയും കാണാൻ തന്നെ കിട്ടണില്ല. ഞാൻ എൻ്റെ പണികൾ നോക്കട്ടെ. ഇനിയിപ്പോൾ എന്താ, മുതിരപ്പേരി ഉണ്ട്, മുളക് വറുത്തപുളി ഉണ്ട്,
അച്ചാർ 2 തരം അച്ചാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഏട്ടന് കോഴിമുട്ട പൊരിച്ച് കൊടുക്കാം. മുട്ടയും മുരിങ്ങയും പാടെ പൊരിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ 12 മണി 12:30 ആകുമ്പോഴേക്കും മതിയല്ലോ. നമ്മളേ രാവിലെ എണീറ്റ് കഴിയുന്നതും കുളി കഴിയട്ടാ. പക്ഷെ കുളി കഴിഞ്ഞു വെച്ചാലല്ലേ ഈ കുട്ടികളിൽ പോവാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുളിച്ച് രാവിലെ വിളക്ക് വയ്ക്കും. ഞാൻ ഒരു ദിവസം അങ്ങനെയുള്ളൊരു വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ ആ സമയത്ത് എങ്ങനെ ചെയ്യാലും പറ്റാറേ ഇല്ല. ഒരു ദിവസം നമ്മുടെ രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ കാണിക്കണം എന്ന് വിചാരിക്കും. എന്തായാലും അധികം വൈകാതെ നമ്മൾ അങ്ങനെയുള്ള വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ അല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ശനി ഞായറെങ്കിലും ചെയ്യുക. ഇത് രാവിലത്തെ പാടെന്താ വെച്ചാൽ കുട്ടികൾ വലുതായില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. മന്ദഗതിയിലാണ്. രാവിലെ നീച്ച് കുറച്ച് നേരം ചായ കുടിക്കാനിരുന്ന് കുറച്ച് നേരം TV കണ്ട് അത് കഴിഞ്ഞ് ഓരോരുത്തർ കുളിക്കാൻ കയറി വേണോ വേണ്ടേ വെച്ചിട്ടായിരിക്കും രാവിലത്തെ ഓരോ തിരിച്ചിലുകൾ. 2 ദിവസം ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ തുറന്ന 2 ദിവസം ഭയങ്കര ആവേശമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആവേശം പോയില്ലേ. ഈ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ നീക്കാൻ ഭയങ്കര മടിയാണ്. എല്ലാ മക്കളും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ. ഈ കിളീനെ കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇതിനെ നമ്മുടെ ഇവിടെ പൂത്താങ്കീരി എന്നാ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇതിന്? അല്ലേട്ടാ, നമ്മുടെ ഇവിടെ പൂത്താങ്കീരി എന്നാണ് കേട്ടോ പറയുക. അതിന് എന്താണ് പേര് പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നു. പൂത്താങ്കീരി ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത്. അതേപോലെ തന്നെ കുറച്ച് കുയിലുകളും വന്നു കൂടിയിട്ടുണ്ട്. പറങ്കേണ്ടി ഇതാക്കണമൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ നാളെ കാണാം കേട്ടോ.